നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. SYS പള്ളുരുത്തി സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താക്കോൽ ദാനവും പെരുന്നാൾ കിറ്റ് വിതരണവും നടത്തി. SYS പള്ളുരുത്തി സർക്കിൾ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് ദാറുൽ ഖൈർ ഭവന താക്കോൽ ദാനവും കേരള മുസ്ലിം ജമാഅത്ത് SYS നമ്പ്യാപുരം യൂണിറ്റിന്റെ പെരുന്നാൾ കിറ്റ് വിതരണവും നടത്തി. അക്ബർ നഈമി ദുവ നടത്തി. വാഹിദ് A അധ്യക്ഷത വഹിച്ചു. SYS പള്ളുരുത്തി സർക്കിൾ അഫ്സൽ PA സ്വാഗതം പറഞ്ഞു. SYS എറണാകുളം ജില്ലാ സെക്രട്ടറി ജലാൽ VK ആമുഖ പ്രസംഗം നടത്തി. ദാറുൽ ഖൈർ ഭവന താക്കോൽ ദാനം KJ മാക്സി MLA നിർവഹിച്ചു. പെരുന്നാൾ കിറ്റ് വിതരണ ഉദ്ഘാടനം നെല്ലിക്കുഴി ഇസ്മായിൽ സഖാഫി നിർവഹിച്ചു. കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ്, കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത്, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ, SJM പള്ളുരുത്തി റേഞ്ച് പ്രസിഡന്റ് ഫൈസൽ നിസാമി, KMJ പള്ളുരുത്തി സർക്കിൾ പ്രസിഡന്റ് സിറാജ്, SYS പള്ളുരുത്തി സർക്കിൾ പ്രസിഡന്റ് ദാറാർ, SYS പള്ളുരുത്തി സർക്കിൾ സെക്രട്ടറി അഫ്സൽ PA, സഖീർ എന്നിവർ സന്നിധരായിരുന്നു. KMJ നമ്പ്യാപുരം യൂണിറ്റ് സെക്രട്ടറി ഷെഫീഖ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് ആയോധന കലാരംഗത്ത് 40 വർഷം പൂർത്തിയാക്കിയ ജനാം I അഷ്റഫിന് ആദരവ് നൽകി. 30 നോൻപല്ലേ ഉള്ളത്. ഞാനിപ്പോൾ എനിക്കൊണ്ട് ഒരു 15-20 നോൻപിൻ്റെ നോൻപ് തുറക്കാൻ പോയിട്ടുണ്ട്. കാരണം എല്ലാവരും സമൂഹത്തിലെല്ലാവരും അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. സമൂഹത്തിൽ അങ്ങനെ ഏറ്റെടുത്ത് നടത്തുന്നതിൻ്റെ വലിയൊരു സന്ദേശം എന്ന് പറയുന്നത് എന്താ? ആ സന്ദേശം ഒരു മതസൗഹാർദ്ദ സന്ദേശമാണത്. നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ തരുന്ന ഒരു വലിയ സന്ദേശം. അതിൻ്റെ സമാപനം നിലക്കാണ് ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാം ഏറ്റവും പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു ഭവനമില്ലാത്ത ആൾക്ക് വീട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണത്. അത് ഒരു സംഘടന ഏറ്റെടുത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന് സ്വന്തമായി അടച്ചുറപ്പുള്ളൊരു വീട് വെക്കാൻ കഴിവില്ലാത്ത ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. ഇവിടെ ഗവൺമെൻറ് ലൈഫ് പദ്ധതിയിൽ 5 ലക്ഷം വീട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിന് തന്നെ വലിയൊരു സഹായമാണത്. വീടില്ലാത്ത ആൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. ഫെഡറേഷൻ അടക്കമുള്ള സംഘടനകൾ പള്ളുരുത്തിയത്തിന് ഒട്ടനവധി സ്വാതന്ത്ര്യം പദ്ധതി, അതൊരു ഏറ്റവും വലിയ, ഞാൻ പലപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കൊച്ചി കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുന്ന സേവനത്തിന് മരണാനുജീവത്തിന് അതിൻ്റെ അനുഭവം ലഭിക്കുന്നത്. നമ്മുടെ പ്രിയനായ അഷ്റഫ് സാഹിബ് ഇരിക്കുന്ന അദ്ദേഹം ഒട്ടനവധി സൃഷ്ടികളെ സമൂഹത്തെ അയോധന കലകളിലൂടെ ഈ സമൂഹത്തിലേക്ക് ഏറ്റവും നല്ല പ്രോജക്റ്റുകളെ സംഭാവന ചെയ്ത ഒരു മഹത്വത്തിൻ്റെ ഉടമയെ അദ്ദേഹത്തിന് ആദരിക്കുന്നുണ്ട്. ഞാൻ വളരെ നീട്ടിപ്പറയുന്നില്ല. കാരണം ഈ വൈകിയ വേളയിൽ ഇത് ചെയ്യുന്ന കേരളത്തിലെങ്ങോളം ഇങ്ങോളം നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്ന കേരളത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവർത്തനം ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. ഒരു കുടുംബത്തിന് കൈത്താങ്ങായി നമ്മൾ മാറിയിട്ടുള്ളത്. SYSനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിലും കഴിഞ്ഞ 10 വർഷവും നിരവധി പരിപാടികളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഏതെല്ലാം പരിപാടികളാണെന്ന് വെച്ചാൽ അത് കൃത്യമായി ഓർക്കാൻ കഴിയില്ല. അത്രയേറെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും സാംസ്കാരിക പ്രവർത്തനമാണെങ്കിലും പരിസ്ഥിതിയാണ്, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ ഓരോ മേഖലകളിലും SYSൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സർവ്വതലത്തിലുമുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് SYS എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എടുത്ത് പരിശോധിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതെ പോകുന്നത് ശരിയല്ല എന്ന് എൻ്റെ മനസ്സ് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇന്നും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് കൊറോണ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യന്മാർക്ക് പരസ്പരം മിണ്ടാൻ കഴിയാത്ത, വീടുകൾ അടച്ചുപൂട്ടി, ഒരാൾ മരണപ്പെടുമ്പോൾ ഉറ്റവരെ പോലും കാണാൻ കഴിയാത്ത തരത്തിലേക്ക് മുഖമെല്ലാം മൂടിക്കെട്ടിക്കൊണ്ട്
PP കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സംസ്കാരം നടത്തേണ്ട ഒരു കാലഘട്ടത്തെ അതിജീവിച്ച ചരിത്രമാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിനുള്ളത്. 72,175 ആളുകളാണ് കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മരണപ്പെട്ടത്. 72,000 ആളുകൾ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മരണപ്പെടുമ്പോൾ കേരള സംസ്ഥാനത്തിനകത്ത് ആദ്യത്തെ കൊറോണ മരണം യാക്കൂബ് ഹുസൈൻ സേട്ട് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കേരളത്തിലെ ആദ്യത്തെ മരണം. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.